മഹാന്മാരെന്ന പേരും പറഞ്ഞിട്ട്. മഹാന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, അനുസരിക്കാം. അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും കൽപ്പനകൾക്ക് വിരുദ്ധമല്ലാതെ അവർ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാം, ആദരിക്കാം, ബഹുമാനിക്കാം. പക്ഷേ ആരാധിക്കാൻ പാടില്ല, അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കാൻ പാടില്ല, അള്ളാഹുവിനെ അവരുടെ സ്ഥാനത്തേക്ക് ഇകഴ്ത്താൻ പാടില്ല. ഈ മഹാന്മാരായ ആളുകളെ ഉയർത്തി കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് അള്ളാഹുവിനെ ഇകഴ്ത്തി ഈ മഹാന്മാരെ പോലെ ഇകഴ്ത്തിക്കൊണ്ടുവരികയാണ്. അതാ പ്രശ്നം. CM മടവൂർ, അദ്ദേഹത്തിൻ്റെ പര്യായനാമം ഇപ്പോൾ മുദബ്ബിറുൽ ആലം, ഈ ലോകം ആകമാനം അടക്കി ഭരിക്കുന്ന, നിയന്ത്രിക്കുന്ന വ്യക്തി എന്നാണ്. സത്യത്തിൽ ആ വാക്ക് കലിമത്തു കുഫറിൻ്റെ വാക്കാണ്. അബൂജഹലിന് പോലും ഇത്ര ശക്തമായ കുഫറുണ്ടായിരുന്നില്ല. ഷൈബത്തിനും വലീദിന് പോലും ഇത്ര വലിയ കുഫറുണ്ടായിരുന്നില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയായ ആ ഇറാഖിലെ വദ്ദിനെയും സുവാഖിനെയും യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും ആരാധിച്ചിരുന്ന, ലാത്തിയെയും ഉസ്സയെയും മനാത്തിനെയും ഹുബലിനെയും ആരാധിച്ചിരുന്ന ആളുകളോട് അല്ലാഹു തആല ചോദിക്കാൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാണ്, വമൻ യുദബ്ബിറുൽ അംറ, ഈ പ്രപഞ്ചത്തിലുള്ള സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് സയഖൂലൂന ലില്ലാഹ്, ഈ പ്രപഞ്ചത്തിലെ ദൃശ്യവും അദൃശ്യവുമായ ആകാശഭൂമികളടക്കമുള്ള മനുഷ്യൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ ഈ പ്രപഞ്ചത്തിലെ സകലമാന കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അല്ലാഹു ആണെന്ന് അബൂജഹൽ സമ്മതിക്കുകയാണ്, ഉത്ബത്ത് സമ്മതിക്കുകയാണ്, ഷൈബത്ത് സമ്മതിക്കുകയാണ്, മക്കായിലെ ബഹുദൈവ ആരാധകരായ ആളുകൾ സമ്മതിക്കുകയാണ്, കേരളത്തിലെ സമസ്തക്കാരായ പണ്ഡിതന്മാർ പറയുകയാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് CM വലിയുല്ലാഹിയാണ്. എത്ര അപകടമാണ്! അദ്ദേഹത്തെ വിറ്റ് കാശാക്കുക. ആ മനുഷ്യൻ്റെ രഹസ്യവും അവസ്ഥയും അത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയില്ല. അദ്ദേഹത്തെ വിചാരണ അള്ളാഹു തആല ചെയ്യും. പക്ഷേ ഒരു പരമാണുവിനെ പോലും നിയന്ത്രിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ കൂടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം അന്തം കമ്മിയകളെപ്പോലെ നടന്നു പോയത്. നമ്മളദ്ദേഹത്തെ കളിയാക്കല്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, ഒരു ഹവയിലേക്ക് അദ്ദേഹം മാനസികമായി പോയിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് അയാളുടെ നിയന്ത്രണത്തിലല്ല, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. എന്നിട്ട് അദ്ദേഹത്തെയാണ് മുദബ്ബിറുൽ ആലം എന്ന് ശുഭ്രവസ്ത്രധാരികളായ മതപുരോഹിതന്മാർ പറയുന്നത്. ഞാൻ വ്യക്തമാക്കി പറയാം. ബാഹ്യമായി ശുഭ്രമാണെങ്കിലും, ബാഹ്യമായി വെളുത്തു മനോഹരമാണെങ്കിലും, ആന്തരികമായി കറുത്തിരുണ്ടവരും, ബാഹ്യമായി തൗഹീദെന്ന് തോന്നുന്നുണ്ടെങ്കിലും ബാഹ്യമായി കടുത്ത ശിർക്കുമാണ് അവരുടെ അകത്തുള്ളത്. ഇതൊരു നിസ്സാര കാര്യമൊന്നുമല്ല, അടിസ്ഥാനപരമായ കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പേടിച്ച് പറയാതിരിക്കുകയാണ്. നമ്മളെല്ലാം അടക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഗസയുണ്ട്, ഫലസ്തീനുണ്ട്, അതേപോലെ തന്നെ UP ഉണ്ട്, പല പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൗഹീദ് ഇനി പറയേണ്ടതില്ലെന്ന് പറഞ്ഞുകൊണ്ട്, അത് സ്വന്തം തീരുമാനമെടുത്തുകൊണ്ട്, യോഗം ചേർന്ന് തീരുമാനിച്ചുകൊണ്ട് മടക്കി വെച്ചത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നം. അതാണ് പ്രശ്നം. പറയണ്ട, ആളുകൾ തമ്മിൽ തെറ്റുണ്ടാവും, പിണക്കുണ്ടാവും. അള്ളാഹുവിൻ്റെ റസൂലിനെ പോലെ ആളുകളോട് നല്ല രീതിയിൽ വർത്തിക്കണം എന്ന് ഇല്ലാത്ത, മനസ്ഥിതിയില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്ഥിതിയുള്ള ആരാണ് വേറെ ഉള്ളത്? അത്രക്ക് റസൂലുള്ള എല്ലാവരോടും സഹകരിച്ച് ഒന്നിച്ചൊന്നായി നീങ്ങണം എന്ന് തീരുമാനിച്ച ആളാണ് റസൂലുള്ള. ആ റസൂലുള്ളയോട് പറയാണ്, ഖുൽ, പറ, നിനക്കിഷ്ടല്ല, നിൻ്റെ രീതി അതല്ല, നിൻ്റെ മനസ്സതല്ല, പക്ഷെ പറയണം. യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ,
നിങ്ങൾ ആരാധിക്കുന്ന ലാത്ത, ഉസ്സ, മനാത്ത്, ഹുബില്, എൻ്റെ പൂർവ്വപിതാവ് അടക്കമുള്ള ഇബ്രാഹിം, ഇസ്മായിൽ അലൈഹിസ്സലാം ആരെയും ഞാൻ ആരാധിക്കൂല. ലുക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം വലിയ ദീൻ, എനിക്ക് എൻ്റെ ആദർശം. ഇത് നയപ്രഖ്യാപനമായിട്ട് നമ്മുടെ ആളുകൾ എല്ലാ സ്റ്റേജിലും മതസൗഹാർദ്ദത്തിന് തെളിവായിട്ട്. ഇത് മതസൗഹാർദ്ദത്തിന് തെളിവല്ല, ഇത് മത കാഠിന്യത്തിന് തെളിവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം, അതനുസരിച്ചല്ലാതെ ഒരിഞ്ച് വിട്ടുവീഴ്ചയില്ല. ഒരിക്കലും താഴെ ഇറങ്ങാൻ സാധ്യമല്ല, മയപ്പെടുത്തുക സാധ്യമല്ല. ഇതാത്യന്തികമായ ആദർശമാണ്. ഇത് വിജയ പരാജയത്തിൻ്റെ ആത്യന്തികമായ നിർണയത്തിൻ്റെ കാര്യമാണ്. ഇത് സ്വർഗവും നരകവും തമ്മിൽ വേർതിരിക്കുന്ന പ്രശ്നമാണ്. ഇത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള ടിക്കറ്റ് കൊടുക്കുന്നിടത്തുള്ള തിരക്ക് കൂട്ടുന്ന സമയത്തിലുള്ള നിർണായകമായ രക്ഷാ കവചമാണ്. അതുകൊണ്ട് അതിൽ വീഴ്ചയില്ല, വിട്ടുവീഴ്ചയില്ലെന്നാണ് പ്രഖ്യാപിക്കാനാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. മുജാഹിദുകൾ മുഴുവൻ ഇത് പറയാൽ ഉത്തരവാദിത്വമായി സ്വയം ഏറ്റെടുത്തിട്ട് ഇത് പറഞ്ഞാൽ പ്രശ്നമാകുമോ, ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാകുമോ, ഛിദ്രതയുണ്ടാകുമോ, കക്ഷിത്വമുണ്ടാകുമോ, മുഖം കറക്കുമോ, വർഗീയത വർദ്ധിക്കുമോ പേടിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ച് അത് മാത്രം കെട്ടിപ്പൂട്ടി വെച്ചാൽ ബാക്കി എല്ലാ ജീവിതരംഗത്തും അനിസ്ലാമികത തകർന്നാടുകയാണ്. സാംസ്കാരികമായിട്ട് ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ അധിനിവേശ ശക്തികൾ കിടഞ്ഞ് പരിശ്രമിച്ചതിൻ്റെ ഫലമായി ജീവിതത്തിൻ്റെ സകല മേഖലകളും അനിസ്ലാമിക പ്രവണതകളാൽ നിറഞ്ഞാടുന്ന സമൂഹമേ, തൗഹീദിൻ്റെ കാര്യത്തിൽ മാത്രം നീ അഴകുഴമ്പനും വിട്ടുവീഴ്ച ചെയ്യുന്നവനും താഴ്ന്നു കൊടുക്കുന്നവനും പരസ്യമായി പ്രഖ്യാപിക്കാത്തവനുമായി, അതുകൊണ്ടാണ് 100 കൊല്ലം പ്രായമുള്ള നിനക്ക് ഇപ്പോഴും 1% താഴെ മാത്രം ഇവിടെ ജീവിക്കേണ്ടി വന്നത്. കേരള മുസ്ലിങ്ങളുടെ എത്ര ശതമാനം മുജാഹിദുകൾ? പറയാൻ ധൈര്യമില്ലല്ലേ? 1% താഴെ, 1% താഴെ, അല്ലെങ്കിൽ 1-2% കൂട്ടിക്കോളി. ബാക്കിയൊക്കെ അപ്പുറത്തന്നെ നിൽക്കാനുള്ള കാരണം ഇത് തുറന്ന് പറഞ്ഞില്ല. ഇത് പ്രധാനപ്പെട്ട വിഷയമല്ല. ഇതെന്തിനാ ആളുകളോട് നമ്മൾ മറച്ചു വെക്കണത്? പരലോകത്ത് കഠോരമായ നരകയാതനയും വേദനയും അസഹ്യമായി അനുഭവപ്പെടുന്ന ആളുകൾ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അവർ പറയാണ് റബ്ബന, ഞങ്ങളുടെ നാഥ, അമത്തന സിനത്തൈനി, 2 പ്രാവശ്യം നീ ഞങ്ങളെ മരിപ്പിച്ചു. വ അഹ്യൈതന സിനത്തൈനി, 2 പ്രാവശ്യം നീ ഞങ്ങളെ ജീവിപ്പിച്ചു. ഏതാ 2 പ്രാവശ്യം മരണം? ഒന്ന് നമ്മൾ ഈ ഐഹിക ലോകത്ത് ജീവിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, നിർജീവാവസ്ഥ. പിന്നത്തെ മരണം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ട് പിന്നെ മരിച്ചില്ലേ, ആ അവസ്ഥ. അതാ 2 നിർജീവാവസ്ഥ. വ അഹ്യൈതന സിനത്തൈനി, 2 പ്രാവശ്യം നീ ഞങ്ങളെ ജീവിപ്പിച്ചു, ഒന്ന് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും. അപ്പം ജീവിപ്പിക്കുക, മരിപ്പിക്കുക, ജീവിപ്പിക്കുക എന്നത് നിനക്കൊരു പ്രയാസമുള്ള കാര്യമല്ല. നീ 2 പ്രാവശ്യം ഞങ്ങളിൽ അത് നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ ഫഅ്തറഫിനാ ബിദുനൂബിനാ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ സമ്മതിക്കുകയാണ്, ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഫഹല്ലിലാ ഖുറൂജിൻ മിൻ സബീൽ, 3ാമതൊരു തിരിച്ചുപോക്ക് കൂടി ഞങ്ങൾക്ക് നീ നൽകുമോ? ഒന്നുകൂടി ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ. ആദ്യം ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങൾക്ക് നീ ജന്മം നൽകി, പിന്നെ ഞങ്ങളെ നീ മരിപ്പിച്ചു, വീണ്ടും നീ ഞങ്ങളെ ജീവിപ്പിച്ചു. അപ്പം നിനക്കത് പ്രയാസമല്ല. അതുകൊണ്ട് ഒന്നുകൂടി ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ സമ്മതിക്കുമോ? ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന അബദ്ധം എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് തിരുത്തി നല്ലവരായി മര്യാദപൂർവ്വം ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന് അവർ സമ്മതിക്കുകയാണ്. എന്നിട്ട് എന്താണ് ആ തെറ്റ്? ഞങ്ങൾ തെറ്റ് അംഗീകരിക്കുന്നു എന്നറിയില്ലേ? എന്തിനാണ് ഈ കഠോരമായ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്? എന്തായിരുന്നു അതിൻ്റെ കാരണം എന്ന് തുടർന്ന് പറയുകയാണ്. ദാലിക്കും, നല്ല ശ്രദ്ധിക്കണം, ദാലിക്കും, അതിൻ്റെ കാരണം അതേ ആയത്തിൻ്റെ താഴെ ബിഅന്നഹു,
തീർച്ചയായും കാര്യം ഇദാ ദുഇയല്ലാഹു വഹ്ദഹു, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യപ്പെട്ടപ്പോൾ, അവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയപ്പെട്ടപ്പോൾ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് വാഴ്ന്നു പറയപ്പെട്ടപ്പോൾ, ആ ആശയത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടപ്പോൾ, അത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ കഫർത്തും, നിങ്ങളത് തള്ളിക്കളയുകയാണ് ചെയ്തത്, നിഷേധിക്കുകയാണ് ചെയ്തത്. പ്രാർത്ഥന അത് അള്ളാഹുവോട് മാത്രമൊന്നുമായാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. അത് മരണപ്പെട്ടു പോയ സകല മഹാന്മാരും എവിടെയെല്ലാം കൊടികുത്തിയിട്ടുണ്ടോ, എവിടെയെല്ലാം കല്ല് നാട്ടിയിട്ടുണ്ടോ, എവിടെയെല്ലാം പടുത്തുയർത്തപ്പെട്ട ഖബറുണ്ടോ, അവിടങ്ങളിലെല്ലാം മറപാടപ്പെട്ട ദശലക്ഷക്കണക്കിന് വരുന്ന മഹാന്മാരായ മഹത്തുക്കളായ ആളുകളോട് പ്രാർത്ഥിക്കാതെയും ഇസ്തിഗാസ നടത്താതെയും ഇസ്തിആദത്ത് നടത്താതെയും നമ്മുടെ കാര്യം പടച്ചവനെ കൊണ്ട് മാത്രം നേടുക സാധ്യമല്ല എന്നായിരുന്നു വിശ്വാസം. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കപ്പെട്ടപ്പോൾ കഫർത്തും, നിങ്ങളത് നിഷേധിച്ചു. അത്തരക്കാരോട് കടുത്ത അമർഷമാണ്, വെറുപ്പാണ്. വഇൻ യുശ്റക് ബിഹി, അവനോട് പങ്കു ചേർക്കപ്പെട്ടപ്പോഴോ, ഐ ഇദാ ദുഇയ ഗൈറഹു, അല്ലാഹു അല്ലാത്ത മരിച്ചുപോയ മഹാന്മാരായ മുഹീദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ്, മമ്പർത്ത് തങ്ങൾ, അത് അവിടെ മുതൽ നടുറോട്ടിലെ ഔലിയ വരെയുള്ള മുഴുവൻ ആളുകളെയും വിളിക്കപ്പെട്ടപ്പോഴോ, മുനമ്പത്തെ ബീവിനടക്കം. ആരാ മൂപ്പര്? ബീവി. ആരാ പറഞ്ഞത്? മാലക്കാരൻ. ആദ്യം എന്താ പറഞ്ഞത്? എവിടുത്തുകാരിയാണെന്നറിയില്ല, ഊരും പേരും അറിയില്ല, മഷഹൂർ കുറവില്ല, ബഹുമാനർ പിറന്നുള്ള നാട് അത്, വെളിയങ്കോടുമർ ഖാദി കുഞ്ഞിമരക്കാരും ഷഹീദും ബഹുമാന്യരൊക്കെപ്പെട്ട നാട്. മുനമ്പത്ത് ബീവിയുടെ മദ്ഹ് പറയുന്ന മൗലിദിൽ പറയുന്നത് ഊരും പേരും അറിയില്ല. നാടേതാണ്, പേരേതാണെന്നറിയില്ല. പേരറിഞ്ഞാലല്ലേ ജാതി അറിയൂ. അപ്പം ജാതി ഏതാണെന്നറിയില്ല. കാരണം ഒരു മയ്യത്തൊരു മൃതദേഹം, ജീർണിച്ച മൃതദേഹം കടലിലൂടെ ഒഴുകി വന്നതാണ്, വിവസ്ത്രയാണ്. അതെടുത്തിട്ടാണ് കുഴിച്ചിട്ടിട്ടുള്ളത്. അവിടേക്കാണ് ഈ ശരണം തേടാനും രക്ഷ പ്രാപിക്കാനും പോകുന്നത്. ഊരും പേരറിയില്ല, മഷഹൂർ, പക്ഷേ അവരുടെ പ്രസിദ്ധി അത് അഷ്ടദിക്കിലും എത്തിയിട്ടുണ്ട്. അതിനൊരു കുറവുമില്ല. കാരണം അവരുടെ മയ്യത്ത് കിട്ടിയത് എവിടുന്ന? ഈ ബഹുമാന്യരക്കപ്പെട്ട ആളുകളും മഹദൂം കുടുംബവും മറ്റൊക്കെയുള്ള നാട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ജാതി അഡ്രസ്സില്ലാത്ത ആളുകളോട് കൂടി പ്രാർത്ഥിക്കാമെന്ന് പറയപ്പെട്ടപ്പോൾ തുഅ്മിനു, നിങ്ങൾക്ക് വളരെ വിശ്വാസമായി, സന്തോഷമായി. നല്ല വഴല്, നല്ല പാർട്ടിക്കാർ, നല്ല കക്ഷിക്കാർ, മുജാഹിദുകൾ, അവറ്റങ്ങളെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല. കാരണം സകല ശൈത്താനെയും വിളിച്ചു കൊള്ളാനും പ്രാർത്ഥിച്ചു കൊള്ളാനും അവർ അനുവാദം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല കൂട്ടർ. നമ്മളോട് ആളുകൾക്ക് വെറുപ്പുണ്ടാകാനുള്ള കാരണം നമ്മൾ മലയാളത്തിൽ ഖുതുബ നടത്തുന്നത് കൊണ്ടോ, നമ്മുടെ പള്ളിയിൽ എപ്പോഴെങ്കിലും സഹോദരിമാർ വന്ന് നമസ്കരിക്കുന്നത് കൊണ്ടോ, അതുകൊണ്ടൊന്നുമല്ല. നമ്മളിവിടെ എത്രയോ നല്ല കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന് സ്വകാര്യ ചർച്ചയുള്ളവരാണവർ. സക്കാത്ത് ജീവിതത്തിൽ പുലർത്തിപ്പോന്നവർ, അതേപോലെ തന്നെ സ്ത്രീധനം, അതുപോലെ പല കാര്യങ്ങളും. പിന്നെ ആകെ പ്രശ്നം, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, അവനോട് മാത്രമേ ദുആ ചെയ്യൂ, അതിനെ പാടുള്ളൂ എന്ന് പറഞ്ഞതാണ് കാരണം. അവൻ മാത്രമേ പ്രാർത്ഥന കേൾക്കൂ, അതിനുത്തരം ചെയ്യൂ. എത്ര ലളിതമായ ആശയമാണ്. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിൻ്റെ വാതിൽ മുട്ടണം മടിക്കണ്ട, തുറക്കും ക്ഷണം അത് സോദരാവിധിയുള്ളതാ, ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ, അൽ ബഖറയിൽ നീ നോക്കിയാൽ കാണുന്നതാ, സൂറത്ത് മുഅ്മിനിലും പരസ്യം ചെയ്തതാ. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രഗത്ഭനായൊരു പണ്ഡിതനാണ് തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ. അയാൾ ഒരു വായിലായിരുന്നു. 7 ദിവസം വാഴ് പറയും അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ 3 വർഷത്തെ തുടർച്ചയായ 7 ദിവസത്തെ വാഴലിലും പങ്കെടുത്ത ആളാണ് കട്ടുപ്പാറയിൽ. അദ്ദേഹത്തിനൊരു കവിതാ സമാഹാരമുണ്ട്, അൽ മവാഹിബുൽ ജലിയ. അതിൽ 1-ാം വാല്യം, ആ 1-ാം വാല്യത്തിൽ പ്രാർത്ഥന എന്നൊരു അധ്യായമുണ്ട്.
ആ അധ്യായം ഇങ്ങനെ തുടങ്ങുന്നത്. എന്ത്? ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട. ആ ആശയം ഞാൻ പറയേണ്ടതില്ലല്ലോ. റബ്ബിൻ്റെ വാതിൽ മുട്ടണം മടിക്കണ്ട. ആരുടെ വാതിൽ മുട്ടാനാ തഴവ പറഞ്ഞത്? റബ്ബിൻ്റെ. പ്രവാചകൻ്റെ വാതിലോ? റൗള ഷരീഫ് എന്നവർ പറയും. റൗള അതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും പറയുന്നത് എങ്ങനെ തന്നെ. ഈ ഖബർ ഷരീഫാകട്ടെ, അവിടെ മുട്ടാനാണോ പറഞ്ഞത്? മുഹീദ്ദീൻ ഷേഖിൻ്റെ ഖബർ മുട്ടാനാണോ പറഞ്ഞത്? നാഹൂരിലേക്കും അജ്മീറിലേക്കും ചെന്ന് മുട്ടാനാണോ പറഞ്ഞത്? ഭീമാ പള്ളിയിലേക്കും പുത്തമ്പള്ളിയിലേക്കും പോയിട്ട് മുട്ടാനാണോ പറഞ്ഞത്? റബ്ബിൻ്റെ വാതിൽ മുട്ടണം മടിക്കണ്ട, തുറക്കും ക്ഷണം അത് സോദരാവിധിയുള്ളതാ. അവിടെ മുട്ടിയാൽ, അവിടെ ആവശ്യപ്പെട്ടാൽ, അവിടത്തോട് ചോദിച്ചാൽ ആ വാതിൽ തുറക്കപ്പെടും, ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും, ആ വ്യക്തിക്ക് അതിന് ആശ്വാസം നൽകും. അത് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. അൽ ബഖറയിൽ നീ നോക്കിയാൽ കാണുന്നതാ, സൂറത്ത് മുഅ്മിനിലും പരസ്യം ചെയ്തതാ. ആരുടെ പരസ്യം? അല്ലാഹുവിൻ്റെ പരസ്യം. എന്താ റബ്ബിൻ്റെ പരസ്യം? ഉദ്ഊനി, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ, അസ്തജിബ് ലക്കും. അമ്രിൻ്റെ ജവാബാണ് അസ്തജിബ്. ബൂന്ന് പറയേണ്ടതിന് പകരം അസ്തജിബ്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, കൃത്യമായും കണിശമായും ഉറപ്പായും നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. ആര്? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ്. അവൻ്റെ പ്രത്യേകത ലൻ യുഖ്ലിഫല്ലാഹു വഅദഹ്. അള്ളാഹു ഒരു കാര്യം കരാറ് ചെയ്താൽ അതവൻ ലംഘിക്കൂല. ഉത്തരം നൽകാമെന്ന് പറഞ്ഞാൽ ഉത്തരം നൽകും, അവനെ നൽകൂ. അല്ലാത്തവരൊക്കെ മായംലിക്കൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പനക്കുരുവിൻ്റെ മുകളിലുള്ള നേർത്ത പാട പോലും സ്വന്തമായിട്ടില്ലാത്ത ആളുകളാണ്. ഒന്നുമില്ലാതെ വെറും കയ്യോടെ, ശൂന്യമായ കയ്യോടെ ഖബറുകളിലേക്ക് തിരിച്ചുപോയ ദരിദ്രവാസികളായ, ദരിദ്രന്മാരായ, ഫുഖറാക്കളായ ആളുകളാണ്. ഒരു കാര്യമില്ല, ചോദിച്ചിട്ട് കാര്യമില്ല, അവിടെ ഒന്നുമില്ല. ഖിത്മീറടക്കല്ല, ഈത്തപ്പനക്കുരുവിൻ്റെ മുകളിലുള്ള പാട ഏറ്റവും നേർത്തതാണ്, അതുപോലുമില്ല. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല. വലൗ സമയൂ, ഇനി കേട്ടാൽ തന്നെ ഹാളിറും ഖാദിറും ഹയ്യുമായ ജിന്നിനോട് പറയാമെന്നോ പ്രാർത്ഥിക്കാമെന്നോ അപേക്ഷിക്കാമെന്നോ തേടാമെന്നോ എന്തു പറഞ്ഞാലും കേട്ടാലും ഹാളിറാണ്, ഇവിടെ അടുത്തുണ്ട്, ഖാദിറാണ്, കഴിവുണ്ട്, ഹയ്യാണ്, ജീവിച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് കേൾക്കും. പക്ഷെ കേട്ടാലും മസ്തജാബുലക്കും, ഉത്തരം ഉണ്ടാവില്ല. ഇനി സത്യസായി ബാബയോട് നേരിട്ട് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, ഉത്തരം ഉണ്ടാവില്ല. മാതാമൃതാനന്ദമയോട് നേരിട്ട് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, ഉത്തരം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു തങ്ങളോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഉത്തരം ഉണ്ടാവില്ല. ആ കല്ല് പൊളിയാതിരിക്കാൻ വേണ്ടിയാണല്ലോ മരിക്കുന്നത് വരെ ഒരൊറ്റ തങ്ങൾ പാപ്പാനോടും ആളുകൾ പ്രാർത്ഥിക്കുന്നില്ലല്ലോ. ഏതെങ്കിലും തങ്ങൾ പാപ്പ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഏത് സമയത്തും ആ ആ ആ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ ആ ഭാഗത്തൊന്നും വിളിച്ചില്ല, എന്നിട്ട് അതിന് ഉത്തരം പറയുന്നത് കേട്ടിട്ടുണ്ടോ? മരിച്ചാൽ തുടങ്ങി. കബളിപ്പിക്കാൻ പറ്റിയ സമയം മരിച്ചാലാണ്. കാരണം മുണ്ടൂലല്ലോ ഈ മനുഷ്യൻ, സത്യാവസ്ഥ അറിയില്ലല്ലോ. അപ്പോൾ പറയാ, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ഉത്തരം ചെയ്യുന്നുണ്ട്. നമ്മളോ അന്നുണ്ടായിരിക്കും. എന്തേ കാരണം? ഇന്നവരും അല്ലേ പറഞ്ഞിട്ടുള്ളത്. അവരുടെ തലയെക്കെട്ടിൻ്റെ വലുപ്പം കണ്ടോ, വസ്ത്രത്തിൻ്റെ നിറം കണ്ടോ, അവരുടെ സൗന്ദര്യം കണ്ടോ. ആലി മീനാണെന്ന് പറഞ്ഞു, ഞാൻ നല്ലോണമാണ് കഴിച്ചു എന്ന് പറഞ്ഞു, നീർക്കോലിനെ തിന്നത്. കാരണം എന്താ? ആലി പറഞ്ഞു മീനാണെന്ന്, പിന്നെ ചിന്തിച്ചില്ല. ആലി മീനല്ലാതെ പറയാറില്ല. പണ്ട് ഇവിടെ NP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, ഒരാളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഒരു കവി പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ കവി പറഞ്ഞത് എന്താന്ന് പറയാൻ ഇയാൾക്ക് കിട്ടണില്ല. അപ്പോൾ സദസ്സെന്ന് ഒരാൾ വെറുതെ പറഞ്ഞിട്ട് എന്നാൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ട് പറയാതെ എൻ്റെ മുഹമ്മദ് അങ്ങനെ പറയില്ല, അപ്പം പറഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിലാണ് ഇവരുടെ കാഴ്ചപ്പാട്. സത്യത്തിൽ അല്ലാഹ് പറഞ്ഞതെന്താ? വലൗസമിയു, കേട്ടാലും മസ്തജാബുലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യൂല.
വയൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ യക്ഫുറൂന അവർ നിഷേധിക്കും ബിശിർക്കിക്കും നിങ്ങളുടെ ശിർക്ക്. എന്താ ശിർക്ക്? ആരാധിച്ചോ? ഇല്ല. നേർച്ച വഴിപാടുകൾ അർപ്പിച്ചോ? ഇല്ല. ഇവർ പറയുന്ന ഭാഷയിലാണ് പറയുന്നത്. പിന്നെ എന്താ ചെയ്തത്? പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥന അത് ഇബാദത്താണ്. പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാൻ അവർ പറയുന്നു നബിയിൽ നിന്ന്. അതേ തഴവ മുഹമ്മദ് മുസ്ലിയാർ. എന്തൊരു നല്ല മുസ്ലിയാരല്ലേ. കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ജാതി ഒരു മുസ്ലിയാർ. എല്ലാ മുസ്ലിയാക്കന്മാരെങ്കിലും തഴവയോളം ഉയർന്നെങ്കിൽ എന്ന് ഞാൻ ചിലപ്പോൾ ആഗ്രഹിച്ചു പോകാറുണ്ട്. പല വിഡ്ഢിത്തരങ്ങൾ ആ മാലയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അതിൻ്റെ കൂട്ടത്തിലൊരു മെച്ചുണ്ട്. പ്രാർത്ഥന ഇബാദത്ത ഹബീബേ എന്ന് നമ്മളെ വിശ്വസിക്കാൻ വേണ്ടി അദ്ദേഹം സ്നേഹത്തോടെ നമ്മെ ഹബീബേനെ വിളിക്കണം. നുഅ്മാൻ അവർ പറയുന്നു നബിയിൽ നിന്ന്. നുഅ്മാൻ ആരാ? സ്വഹാബിയാണ്. നുഅ്മാൻ ഇബ്നു ബഷീർ. അദ്ദേഹമാണ് റസൂലുള്ളാഹി പറഞ്ഞെന്ന് പറയുന്നത്. അദ്ദുആ ഹുവൽ ഇബാദ. പ്രാർത്ഥനയാണ് കേട്ടോ ആരാധന. അതുമാത്രമല്ല ഇബാദത്തിനതു മജ്ജയ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. സകല ആരാധനകളുടെയും ആത്മാവ് അത് പ്രാർത്ഥനയാണ്. നമസ്കാരത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥനയാണ്. നമസ്കാരത്തിൽ പ്രാർത്ഥന അന്തർലീനമല്ല എങ്കിൽ, നോമ്പിൽ പ്രാർത്ഥന അന്തർലീനമല്ല എങ്കിൽ, സക്കാത്തിൽ പ്രാർത്ഥന അന്തർലീനമല്ല എങ്കിൽ ആ 3 കർമ്മങ്ങളും അതുപോലെയുള്ള ഒരു കർമ്മങ്ങളും ആരാധനയായി തീരുകയില്ല. ആരാധനയായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായി അതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയുണ്ടാകണം. കാരണം പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ആരാധന. പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി നേർച്ച വഴിപാടുകൾ കൊടുക്കുകയാണ്, അവരെ തൃപ്തിപ്പെടുത്താണ്. സ്വീകരിക്കപ്പെടേണ്ടത് പ്രാർത്ഥനയാണ്. അപ്പോൾ അതുപോലും അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക. എന്നല്ലെങ്കിലേ ഇവിടെ വരുമാനം ഉണ്ടാവുള്ളൂ. പടച്ചവനോട് മാത്രം പ്രാർത്ഥിച്ചാൽ ഒരു വിശ്വാസിയിൽ നിന്ന് 5 നയാ പൈസ കിട്ടാൻ സാധ്യതയല്ല. പോടാ അവിടുന്ന്. ഞാൻ എൻ്റെ റബ്ബിനോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാന്നറിയും. ഈ ഏജൻ്റ് ഏർപ്പാടുണ്ടല്ലോ, അത് പടച്ചോൻ്റെ അടുക്കലേക്ക് അങ്ങോട്ട് നടക്കൂല. അപ്പോൾ ഇവർ പറയാണ്, എന്നാൽ പിന്നെ തന്നെ ജിബിരിലിനെ അയച്ച്, എന്നാൽ എന്തിനാ റസൂലുള്ളാഹിനെ പറഞ്ഞയച്ച്, എന്നാൽ എന്തിനാ കാറ്റും മഴയും കൊടുത്തത്? അള്ളാഹു ഇങ്ങോട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ ഞങ്ങളും ചെയ്യും. ധിക്കാരം. ലാ യുസ്അലു അമ്മാ യഫ്അലു. അള്ളാഹു എന്തു ചെയ്താലും അതിനെപ്പറ്റി ചോദ്യം ഉണ്ടാവൂല. പരലോകത്ത് ഈ ചോദ്യം ചോദിക്കാൻ നിനക്ക് സാധിക്കില്ല, നിൻ്റെ നാവ് പൊന്തൂല. റബ്ബേ, നീ അല്ലാത്തവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കാനുള്ള കാരണം, നിന്നിലേക്ക് ഞങ്ങൾ മധ്യവർത്തികളെ വെക്കാനുള്ള കാരണം, നീ റിസാലത്ത് നിൻ്റെ വിശുദ്ധ ഖുർആനും ഇസ്ലാമും ഞങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മുഹമ്മദ് നബിയുടെ ഇടയിൽ എന്തിനാണ് നീ ജിബ്രീലിനെ വെച്ചത്? ഞങ്ങളുടെയും മുഹമ്മദ് നബി മറ്റുള്ളവരുടെയും ഇടയിൽ ദീനിനെ എത്തിക്കാൻ വേണ്ടി എന്തിനാണ് നീ മുഹമ്മദ് നബിയെ വെച്ചത്? അതുകൊണ്ടാണ് ഞങ്ങൾ വെച്ചത്. പരലോകത്ത് വെച്ച് പറയാൻ പറ്റുമോ? എടോ, നിൻ്റെ നാവനങ്ങോ? നാവനങ്ങോ അത് ചോദിക്കാൻ? ഇല്ല. വഅനത്തിൽ വുജൂഹ്, മുഖങ്ങൾ താഴ്ന്നു നിൽക്കുകയാണ്. വഖശഅത്തിൽ അസ്വാത്ത്, ശബ്ദങ്ങളെല്ലാം അടങ്ങിയിരിക്കുകയാണ്. ഒരു ശബ്ദം സൂചി വീണാൽ പുറത്ത് കേൾക്കുന്നറിയില്ലേ? ജാതി നിശബ്ദത. ഒരു പ്രമാണിയും തല ഉയർത്തൂല, ഒരു പ്രമാണിയും നാവ് ചലിപ്പിക്കില്ല. എന്താ നീ ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവിനെ പറ്റി മനസ്സിലാക്കിയത്? വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല, കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല. ഔലിയാക്കളെയൊക്കെ നല്ലോണം കണക്കാക്കി. ഔലിയാനെ തൊട്ടൊന്ന് കളിച്ചു നോക്കാണി, അല്ലാഹ് എന്താ പ്രശ്നം? അള്ളാഹിനെ തൊട്ട് കളിച്ചു നോക്കാണി, ഒരു പ്രശ്നമില്ല. ഇതെങ്ങനെ നമുക്ക് മനസ്സിലായത് അറിഞ്ഞോ? പഴയ കാലത്ത് 1970-80കളിൽ തിരുവനന്തപുരത്ത് യുക്തിവാദികളുടെ സമ്മേളനം നടന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം. യു കലാനാഥൻ നേതൃത്വം നൽകിക്കൊണ്ട് അധിക പ്രഭാഷണവും ദൈവനിഷേധമായി. ഒരു പ്രശ്നം ഉണ്ടായില്ല. നല്ല രീതിയിൽ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് നടന്നു. അപശബ്ദങ്ങളില്ല, തടസ്സങ്ങളില്ല, മുദ്രാവാക്യങ്ങളില്ല, ഒന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ ഒരു വഴല്, മുജാഹിദിൻ്റെ ഒരു വഴല്,
വന്നില്ലേ സംഘം, യാ ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് നടത്താനാണ് സമ്മതിച്ചില്ല. അപ്പോൾ അവിടെയുള്ള തൊട്ടടുത്തുള്ള അമുസ്ലിങ്ങളായ ചില സുഹൃത്തുക്കൾ ഇവരോട് ചോദിച്ചത്ര, എന്താ അങ്ങനെ, അല്ല തന്നെ ദൈവം തന്നെ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ ഇവിടെ സമ്മേളനം നടത്തി 2-3 ദിവസം. ആരും പ്രശ്നത്തിന് വന്നില്ലല്ലോ. ഇവർ അല്ലല്ല എന്ന് പറയുന്നില്ലല്ലോ, ദൈവമല്ല എന്ന് പറയുന്നില്ലല്ലോ, ഔലിയാക്കളോട് പ്രാർത്ഥിക്കരുതെന്നല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലാവില്ല, നിങ്ങൾ വേറെ ജാതിക്കാരാണ്. അവർ പറഞ്ഞു പോയതേ അല്ലല്ല എന്നാണ്. അത് പ്രശ്നമില്ല. ഇവർ പറയണതേ ഔലിയാക്കളില്ല എന്നാണ്, സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ആർക്കാ മഹത്വം? ഒമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയില്ല. അള്ളാഹു തആല ചോദിക്കാൻ വേണ്ടി നോഹ് നബിയോട് പറയാണ്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, എന്താ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിനൊരു മഹത്വം കൽപ്പിക്കാത്ത നിങ്ങളുടെ മനസ്സിൽ? പണ്ട് KC അബൂബക്കർ മുസ്ലിയാർ പറയാറുണ്ട്, മൗലവി പറയാറുണ്ട്, ഇവരുടെ വിശ്വാസത്തിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു പലചരക്ക് കടയിൽ സാധനം എടുത്തു കൊടുക്കുന്ന ആളുടെ പോലെയാണ്. കാരണം എന്താ, മുതലാളി എന്താ പറയുന്നത് അതിങ്ങനെ എടുത്തു കൊടുക്കുക. ഒരാൾ വന്ന് ചോദിക്കുക 1 കിലോ ഉപ്പ്, അപ്പോൾ ഉപ്പ് എടുത്തു കൊടുക്കട. 500 വെളിച്ചെണ്ണ, അപ്പോൾ വെളിച്ചെണ്ണ എടുത്തു കൊടുക്കട. കടുക് 100, അതെടുത്തു കൊടുക്കട. ഇതിങ്ങനെ ചെയ്യുക. അതേപോലെ മുഹീദ്ദീൻ ശൈഖ് ഇങ്ങനെ ആജ്ഞാപിക്കുക, ബദരീങ്ങളിങ്ങനെ ആജ്ഞാപിക്കുക, മമ്പർത്തങ്ങളിങ്ങനെ പറയുക, അള്ളതിങ്ങനെ ചെയ്തു കൊടുക്കുക. പലചരക്ക് കടയിലെ തൊഴിലാളിയുടെ മഹത്വമാണ്, സ്ഥാനമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവിന് ഈ മതപുരോഹിതന്മാർ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു മാറ്റം വേണം. അള്ളാഹുവിൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ ഉയർന്നു പോകണം. അവനോട് പ്രാർത്ഥിക്കുക. എത്ര ലളിതമായ കാര്യമാണ്, എത്ര സുതാര്യമായ കാര്യമാണ്, എത്ര എളുപ്പമുള്ള കാര്യമാണ്. തഫ്സീർ ജലാലൈനിൽ പറയാണ്, ഇദാ ഖാലൽ അബ്ദു, ഒരു അടിമ യാ റബ്ബി, റബ്ബേ എന്ന് പറഞ്ഞാൽ മതി. ഫയഖൂലു തബാറക വ തആല, അല്ലാഹു തആല പറയുകയാണ്, ലബ്ബൈക യാ അബ്ദി. അവൻ ജാതി ഏതാകട്ടെ, മതമേതാകട്ടെ, ഭാഷ ഏതാകട്ടെ, ദേശമേതാകട്ടെ, അള്ളാഹുവിൻ്റെ മറുപടി എന്താണ്? ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു, എൻ്റെ അടിമ ഞാനിവിടെ ഉണ്ട്, ഇവിടെ അടുത്തുണ്ട്, ചോദിച്ചോ, പറഞ്ഞോ. അങ്ങനെയുള്ള അള്ളാഹു ഇവിടെ ഉണ്ടായിരിക്കെ 900 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയി. 6000-ഓളം കിലോമീറ്റർ അപ്പുറത്ത് അന്നേ 6 അടി മണ്ണിൽ സകല സുഷിരങ്ങളും അടച്ച് മറക്കപ്പെട്ട മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കണോ? സംശയത്തിൻ്റെ പേരിൽ, ഊഹത്തിൻ്റെ പേരിൽ, പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ പേരിൽ, പുരോഹിതന്മാർ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബിലേക്ക് വരുവീൻ, വളരെ എളുപ്പമാണ്. ഇത് തമാശയുടെ കാര്യമല്ല. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അള്ളാഹുവിൽ പങ്കുചേർത്താൽ ആ വ്യക്തിക്ക് സ്വർഗം ഹറാമാണ്. നാളെ പരലോകത്ത് മനുഷ്യർ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും തിരിക്കപ്പെട്ടതിന് ശേഷം നരകത്തിൻ്റെ യാതനകൾ അനുഭവിച്ചുകൊണ്ട് അസഹ്യത പ്രകടിപ്പിക്കുന്ന, പൊട്ടിക്കരയുന്ന, അട്ടഹസിക്കുന്ന ഒരു വ്യക്തിയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളോട് ആവശ്യപ്പെടുകയാണ്, മലക്കുകളെ, എൻ്റെ ഒരു അടിമ നരകത്തിൽ കിടന്നുകൊണ്ടതാ വല്ലാതെ പ്രയാസപ്പെടുന്നു, വല്ലാതെ അട്ടഹസിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു, ക്ഷമകേട് കാണിക്കുന്നു. അവന് പുറത്തു കൊണ്ടുവരും. റബ്ബിൻ്റെ മുമ്പിൽ സന്നിധിയിൽ ഹാജരാക്കിക്കൊണ്ട് ചോദിക്കും, അല്ലാഹു തആല ചോദിക്കും, കൈഫ തീക്കും, എങ്ങനുണ്ട്, എന്താ അവസ്ഥ? അപ്പോൾ അയാൾ പറയും, അല്ലാഹ് സഹിക്കാൻ പറ്റണില്ല, നരകത്തിൻ്റെ തീയല്ലേ, ഐഹിക ലോകത്ത് കത്തിക്കപ്പെടുന്ന തീയിൻ്റെ 69 ഇരട്ടി കൂടി ചൂടുള്ള നരകാഗ്നിയിൽ വെന്തെരിയുന്ന ആ മനുഷ്യൻ്റെ പ്രയാസം അവൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ അവൻ സമർപ്പിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു തആല ചോദിക്കുന്നൊരു കാര്യം തഫ്സീറുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എടോ, എന്തുകൊണ്ടത് സഹിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഈ നരകത്തിൽ നീ കടക്കേണ്ടി വന്നത്? ഞാൻ എത്ര ലളിതമായ, സർവാംഗീകൃതമായ, നിനക്ക് അംഗീകരിക്കാവുന്ന വളരെ എളുപ്പമായ ഒരു കാര്യമാണ് ഞാൻ നിന്നോട് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത്. അൻ തഅ്ബുദനീ വലാ തുശ്രിക ബീ ശൈആ. നീ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം, എന്നിൽ മറ്റാരെയും പങ്കു ചേർക്കരുത്. ഇതാ ഞാൻ പ്രധാനമായിട്ട് എന്നോട് പറഞ്ഞത്. അത് നീ കേട്ടിരുന്നുവെങ്കിൽ, അത് നീ അംഗീകരിച്ചിരുന്നുവെങ്കിൽ അത് നിനക്ക് സഹിലായിരുന്നു, എളുപ്പമായിരുന്നു, വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു.
മറ്റൊന്നും ആലോചിക്കാതെ, മറ്റാരെപ്പറ്റിയും ആലോചിക്കാതെ ആ ആശയം നീ സ്വീകരിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ പ്രയാസം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. അതുകൊണ്ട് നീ അത് അംഗീകരിച്ചില്ല, അത് നീ സ്വീകരിച്ചില്ല. അതുകൊണ്ട് നീ നരകത്തിലേക്ക് തന്നെ മടങ്ങിപ്പോടണം. ദുഖ് ഇന്നക അന്തൽ അസീസുൽ കരീം. ഇതുവരെ അനുഭവിച്ച ഈ ശിക്ഷ, അസഖ്യമായ വേദന, ചൂട് തുടർന്നു നീ അനുഭവിച്ചു കൊള്ളുക. നീ വലിയ മാന്യനും പ്രതാപിയുമായിരുന്നു. എൻ്റെ ഏകത്വത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ നിനക്ക് സാധിച്ചില്ല. നിനക്കെൻ്റെ ബഹുമാനപ്പെട്ടവരൊക്കെ വേണം, നിൻ്റെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും വേണം, സംഘടന വേണം, മറവ് ചെയ്യാൻ ഖബറിടം വേണം, നിൻ്റെ മഹല്ലുകാരും വേണം, പുരോഹിതന്മാരും നേതാക്കന്മാരും വേണം, സയ്യിദീങ്ങളും സയ്യിദാത്തുകളും വേണം, സാദാത്തുക്കളും ഉമറാക്കളും വേണം. ഞാൻ നിനക്കൊരു വിഷയമായിരുന്നില്ല. അതുകൊണ്ട് അവിടെ പോയിക്കോ, കിടന്നോ, അനുഭവിച്ചോ. സഹോദരങ്ങളെ, സഹിക്കാൻ കഴിയില്ല. ദീർഘമായിട്ട് പറയാൻ സാധ്യമല്ല, സഹിക്കാൻ കഴിയില്ല, അതുറപ്പാണ്. വലസ്നാ ലിഹദ്ദിൻ സ്വാബിരീന വലാ ബലാ ഫകൈഫ അലൻ നീറാനി യാ ഖൗമി നസ്ബിറൂ. ഒരു കവി പാടി, ഐഹിക ലോകത്തുള്ള തീയിൻ്റെ ചൂട് പോലും സഹിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മളിൽ ആർക്കും സാധിക്കില്ല. നമ്മൾ തീയിൻ്റെ ചൂടേറ്റിട്ട് 65%, 70% 99% ആളും മരിക്കും. 30-35% നമ്മുടെ ബോധം കെട്ടുപോകും. ഇതാണ് ഐഹിക ലോകത്തെ തീയ്. പക്ഷെ അവിടെ ബോധം കെടൂല്ല, മരിക്കൂല്ല. ഈ തീയിൻ്റെ 69 ഇരട്ടി കൂടി ചൂടുണ്ട്. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. നരകത്തിൻ്റെ തീ സഹിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന്. വലസ്നാ ലിഹദ്ദിൻ സ്വാബിരീന വലാ ബലാ ഫകൈഫ അലൻ നീറാനി യാ ഖൗമി നസ്ബിറൂ. അങ്ങനെയാണെങ്കിൽ ഐഹിക ലോകത്തിൻ്റെ തീയിൻ്റെ ചൂട് പോലും സഹിക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിൻ്റെ തീ എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ കഴിയുക? അവിടെ റബ്ബിനെ മാത്രം പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടുമെങ്കിൽ സഹോദര, എത്ര വിനീതനായി, ലാളിത്യമുള്ളവനായി, വിനയാന്വിതരായി റബ്ബിലേക്ക് നാം മടങ്ങണം. അവനെ മാത്രം നാം വിളിക്കണം. ആർക്കും ഒരു നഷ്ടവുമില്ല, ആരും നമ്മെ ഒന്നും ചെയ്യുകയില്ല. ഇനി ചെയ്താലും പ്രശ്നമില്ല. നരകത്ത് കിടക്കണ്ടല്ലോ, സ്വർഗത്ത് കിടക്കാലോ. അപ്പോൾ മതപുരോഹിതന്മാർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാന ആദർശമായ തൗഹീദിനെ, ഇസ്ലാമിൻ്റെ ഗ്രന്ഥമായ പ്രമാണമായ പരിശുദ്ധ ഖുർആനിനെ, ഹദീസിനെ ഒക്കെ അവരുടെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി നമുക്കിടയിൽ വിതരണം ചെയ്ത്, വിറ്റ്, കാശുണ്ടാക്കി, വീർത്ത്, നല്ല സുഖലോലുപതയിൽ, മിനുമിനുത്ത മെത്തയിൽ, ശീതീകരിച്ച കാറിൽ വിലസുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു വിഭാഗത്തെപ്പറ്റി പറയുന്നുണ്ട്, പരലോകത്തിന് പകരം ദുന്യാവിനെ വിലക്ക് വാങ്ങിയ ഭോഷ്മാരായ, ബുദ്ധിമോശക്കാരായ ആൾക്കാരെപ്പറ്റി. ആ വിഭാഗത്തിലാണ് അവർ പെടുന്നത്. അതാണ് നമ്മുടെ നാട്ടിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പൗരോഹിത്യത്തിൻ്റെ കരാളഹസ്തത്തിൽ പിടന്ന് അമരാതെ കഠിനമായ അള്ളാഹുവിൻ്റെ നരകശിക്ഷയിൽ പ്രവേശിക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ട് റബ്ബിലേക്ക്, അവൻ്റെ ഏകത്വത്തിലേക്ക്, അവൻ്റെ തൗഹീദിലേക്ക്, അവൻ്റെ ഗ്രന്ഥത്തിലേക്ക്, അവൻ്റെ പ്രവാചകൻ്റെ തിരുസുന്നത്തിലേക്ക് മടങ്ങി വന്ന് ജീവിക്കുക. സംഘടനയിലൊന്നും ചേരണ്ട, ഒരൊറ്റ സംഘടനയിൽ ചേരണ്ട. പരലോകത്ത് ചെല്ലുമ്പോൾ വിചാരണല്ല, മുജാഹിദായിരുന്നോ, ഏത് ഗ്രൂപ്പായിരുന്നു, ആ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും തിരിക്കൂല. നീ ഏകദൈവ വിശ്വാസിയായിരുന്നോ, മുവഹിദായിരുന്നോ, മുഅ്മിനായിരുന്നോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിസ്കാരമല്ല, നോമ്പല്ല, സക്കാത്തല്ല. നിസ്കാരം കർമ്മങ്ങളിൽ ആദ്യത്തേത്. പക്ഷേ ആദ്യത്തെ വിചാരണ ഈമാനാണ്, വിശ്വാസമാണ്. അതിൽ ശിർക്ക് കലർന്നിട്ടുണ്ടോ? അതിൽ ശിർക്ക് എന്ന മാലിന്യം കലർന്നിട്ടുണ്ടോ? അതാണ് നോട്ടം. ഇല്ലേ, രക്ഷണ്ട്. ഉണ്ടോ? പിന്നെ നിന്റെ നിസ്കാരം, നോമ്പൊന്നും വിലയിരുത്തപ്പെടുന്നതേ ഇല്ല. ശാശ്വതമായ നരകത്തിലേക്കാണ്. പോകണോ പോകണ്ടേ നമ്മൾ തീരുമാനിക്കണം. എന്നാലും ഉറപ്പുണ്ടോ? പടച്ചവനോട് പ്രാർത്ഥിക്കണം. ഞാൻ അവസാനിപ്പിക്കട്ടെ.
ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി. അള്ളാഹുവിൻ്റെ ഏറ്റവും അത്യുന്നതമായ വിശുദ്ധമായ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് നീതിപൂർവം ഭക്തിയോടുകൂടി ജീവിക്കുമ്പോൾ പോലും അബദ്ധങ്ങളും സ്ഖലിതങ്ങളും തെറ്റുകുറ്റങ്ങളും അറിഞ്ഞും അറിയാതെയും ബോധപൂർവവും അല്ലാതെയും രാവും പകലും രഹസ്യമായും പരസ്യമായും തീണ്ടാനും പിടിപെടാനും സാധ്യതയുള്ള ദൗർബല്യമുള്ള നമ്മൾ റബ്ബിനോട് പറയാണ്, റബ്ബേ, നിൻ്റെ അത്യുന്നതമായ സുഖലോലുതയുടെ പറുദീസയായ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അർഹത എൻ്റെ കർമ്മം കൊണ്ടും വിശ്വാസദാർഢ്യത കൊണ്ടും നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. വീഴ്ച വന്നിട്ടുണ്ട്, പൊറുക്കണം, മാപ്പാക്കണം, വിട്ടുവീഴ്ച ചെയ്യണം, ജന്നാത്തുൽ ഫിർദൗസിന് അർഹനാക്കണം. കാരണം കഠോരമായ നിൻ്റെ നരകശിക്ഷ സഹിക്കാൻ എനിക്ക് സാധ്യമല്ല. ആ വിശ്വാസത്തിലേക്കും ആ വിനയഭാവത്തിലേക്കും ഈ ശബ്ദം കേട്ട എൻ്റെ എല്ലാ സഹോദര സഹോദരിമാരും സ്വന്തമായി കടന്നു വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും ദീർഘിപ്പിച്ച് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടും ആരോഗ്യപരമായി കഴിയാത്തതുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് വന്ന് ഇതുപോലെ 1-2 പരിപാടികൾ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വീണ്ടും അതിന് സാധ്യമാക്കി തന്ന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു അവൻ്റെ ദീൻ അതിൻ്റെ കൃത്യമായ ശരിയായ രൂപത്തിൽ അതെന്നും അള്ളാഹ് സംരക്ഷിക്കും. ആ രീതിയിൽ തന്നെ അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പുലർത്തുവാനും നമ്മുടെ സംരക്ഷകനും പരിപാലകനും അനുഗ്രഹദാതാവുമായി അള്ളാഹുവിനെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാനും സാധ്യമാകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മയെല്ലാം രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവൻ്റെ മഹളായ ഫളല് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പൗരോഹിത്യത്തിനും പിടുത്തം കിട്ടാതെ സ്വതന്ത്രമായി അള്ളാഹുവിനെ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അവൻ്റെ തൗഹീദ് അംഗീകരിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിശ്വാസപൂർവ്വം മരണപ്പെട്ടു പോയ പ്രവാചകന്മാർ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ അവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് വിരാജിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. الحمد لله رب العالمين. السلام عليكم ورحمة الله.